പറ്റി കർത്താവ് തന്നെ നല്ലൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ചെറിയ വല്ല ഒരുത്തനും നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്കാകുന്നു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു. ഞാൻ രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നു. ഒരു കൂട്ടരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു കൂട്ടരോട് പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ രോഗിയും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണാൻ വന്നില്ല. എന്താണ് ശരിയായ കാണിക്കയെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, അതൊന്നാമത് വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്നത് തന്നെയാണ്. ആകാശത്തെയും സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച തമ്പുരാൻ വാനമേഘങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ ചിലരൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ വിശപ്പ് കൊണ്ട് പൊരിയുമ്പോൾ ആ പിതാവിൻ്റെ ചങ്ക് കത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മോട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ മകൻ വിശന്നിരിക്കുകയാണ്, നീ അവന് തിന്നാൻ കൊടുക്കുക. അത് കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. അവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ദൈവം അധികമായി ചിലതൊക്കെ തന്നിരിക്കുന്നത്. നിനക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ രോഗിയായ നിൻ്റെ സുഹൃത്തിന് കൈത്താങ്ങാകാൻ വേണ്ടിയിട്ടാണ് അവൻ ആരോഗ്യം തന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദീർഘനാളത്തെ കിടക്കയിലായിപ്പോയ നിൻ്റെ പ്രിയപ്പെട്ടവന്, സുഹൃത്തിന്, അവൻ്റെ ശരീരത്തിൽ നിന്ന് ആറ്റമൊക്കെ ഉണ്ടാവും. രൂക്ഷമായിരിക്കാം അത്. ഒരുപക്ഷെ നിങ്ങൾക്കത് അറപ്പുണ്ടാവും. പക്ഷേ ഒരു രൂക്ഷഗന്ധമില്ലാത്ത, നിസ്സഹായതയില്ലാത്ത ആരോഗ്യമുള്ളൊരു ജീവിതം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നിസ്സഹായനായ പോയവന് വേണ്ടി നിൻ്റെ ആരോഗ്യത്തെ വിനിയോഗിക്കാൻ വേണ്ടി തന്നതാണ്. നിൻ്റെ കാലുകളെ ബലഹീനന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ തന്നതാണ്. നിൻ്റെ കൈകളെ ബലഹീനന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ തന്നതാണ്. ഒരു തെറ്റും ചെയ്യാതെ സോഷ്യൽ മീഡിയ കുറ്റക്കാരെന്ന് വിധിച്ച ചിലരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കൊണ്ട് മാത്രം കുറ്റക്കാരായ ചിലർ, ചില പരദൂഷണ കുട്ടങ്ങളിൽ പറഞ്ഞ് പ്രചരിച്ച വാർത്തകൾ കൊണ്ട് മാത്രം മോശക്കാരായവർ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത തെറ്റുകൾ ഈ ലോകം അവരുടെ തലയിൽ ചാർത്തി വെച്ചു. ജനിച്ചതുകൊണ്ട് മരിക്കാൻ ഭയന്ന് എങ്ങനെയോ ജീവിക്കുന്ന ചില ജീവിതങ്ങൾ. പ്രിയമുള്ളവരെ, എല്ലാവരും അവരെ പരിഹസിക്കുമ്പോൾ പരിഹസിക്കുന്നതിന് മാത്രമാണ് അംഗീകാരമെന്ന് ചിന്തിച്ച് നാമും പലപ്പോഴും പലരെയൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ പരിഹസിക്കാനല്ല, ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന അവൻ്റെ അരിയിലേക്ക് പോയി അവൻ്റെ തോളിൽ കൈയിട്ട് കൂടെ ഞാനുണ്ടാ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് എന്നെ നിങ്ങളെ അഭിമാനിയാക്കി നിർത്തിയിരിക്കുന്നത്. ഒരു ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാനായി ചെല്ലുമ്പോൾ നമ്മുടെ മുൻപിൽ ഭക്ഷണം വിളമ്പുന്നവൻ 6000 7000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവനാണ്. ഒരു മാസം ജോലി ചെയ്ത് ഒരുപക്ഷെ അവൻ്റെ കുടുംബത്തിന് ഒരറ്റത്തുനിന്ന് മററ്റത്തേക്ക് എത്തിക്കാൻ മാത്രം പോലും ആ തുക മതിയായി എന്ന് വരികയില്ല. ഒരുപക്ഷെ നമ്മുടെ മുമ്പ് വിളമ്പുന്ന മസാലക്കൂട്ടുകൾ നിറച്ച, മണം വമിക്കുന്ന, വളരെ സുഗന്ധം വമിക്കുന്ന, മനസ്സിന് വളരെ കൊതി ഉണർത്തുന്ന ആ ഭക്ഷണം കഴിക്കണമെന്ന് ഏറെ നാൾ കൊണ്ട് അവനും ആഗ്രഹമുണ്ടാകും. പക്ഷേ അവനത് ഒരുപാട് പേർക്ക് വിളമ്പിയെങ്കിലും ഇന്ന് വരെ അവനത് കഴിക്കാനുള്ള യോഗം ഉണ്ടായിട്ടുണ്ടാവില്ല. ഓരോരുത്തർ കഴിച്ചിട്ട് പാത്രത്തിൽ ബാക്കിയാകുമ്പോൾ അതെങ്കിലും കഴിക്കാൻ പറ്റിയെങ്കിലെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആത്മാഭിമാനം അവനെ അതിന് സമ്മതിക്കുന്നില്ല. നിനക്ക് ഭക്ഷണം വിളമ്പുന്ന ഒരു വെയിറ്റർക്ക് അവൻ്റെ കയ്യിലേക്ക് 50 രൂപ വച്ച് കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുണ്ടല്ലോ, അതാണ് നീ കൊടുക്കുന്ന ഏറ്റവും വലിയ കാണിക്കകൾ ഒന്ന്. തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഒരുപക്ഷെ നീ ഒരു ടാക്സി എടുത്തിരിക്കാം. നീ അതിനകത്ത് കയറുമ്പോഴായിരിക്കാം ആ ഓട്ടോയുടെ സീറ്റാകെ പൊത്തിപ്പൊളിഞ്ഞ് ആകെ അവശമായ നിലയിലായതായിരിക്കാം. അതിൻ്റെ ടയറുകൾ നൂല് കണ്ട് തുടങ്ങിയതായിരിക്കാം. ഒരുപക്ഷെ അവനൊരു 10 രൂപ കൂട്ടി ചോദിച്ചാൽ നിങ്ങൾ അവനോട് ബാർഗെയിൻ ചെയ്യും, തല്ലുണ്ടാകും. ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ആ ടയർ മാറ്റാനുള്ള കാശില്ലാത്തത് കൊണ്ടായിരിക്കും പേടിച്ച് ഈ വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത്. ഒരു 10 രൂപ അധികമായി നിന്നെ പറ്റിച്ചു എന്ന് എനിക്കറിയാം. മീറ്റർ ചാർജിനെ കാലം കൂടുതലാണ് ചോദിച്ചത്. എന്നാലും ഒരു 10 രൂപ കൂടെ അധികം കൊടുക്കുമ്പോൾ അയാളിലുണ്ടാകുന്ന സന്തോഷം. ഇത് നോമ്പിൻ്റെ കാലം കൂടെയല്ലേ, ഭക്ഷണവർജനത്തിൻ്റെ കാലം. ഭക്ഷണവർജനം കൊണ്ട് ആർക്കാണ് നേട്ടം? നമ്മുടെ സമ്പത്ത് കുറച്ചുകൂടെ സേവ് ആവുന്നു അല്ലേ? ഒരു നേരത്തെ ഭക്ഷണം വർജിക്കുമ്പോൾ കുറച്ചുകൂടെ സേവിങ്സ് ബാക്കിയാക്കി വയ്ക്കുന്നു നമ്മൾ. അങ്ങനെയല്ല, നമ്മൾ വർജിക്കുന്ന ഈ ഭക്ഷണത്തിൻ്റെ തുക വിശക്കുന്ന ഒരുത്തിന് വേണ്ടി മാറ്റി വയ്ക്കാനോ, അതായത് നമ്മൾ വർജിക്കുന്ന ഈ ഭക്ഷണത്തെ വിശക്കുന്ന ഒരുവന് ഒരു പൊതി ചോറായി എത്തിക്കാനോ കഴിയുമ്പോഴാണ് ശരിക്കും നോമ്പൊക്കെ അർത്ഥമായിട്ട് മാറുന്നത്. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. കാരണം കർത്താവ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കഷ്ടതകളൊക്കെ കർത്താവിനത് സഹിക്കാൻ, ഓരോ മനുഷ്യൻ്റെയും കഷ്ടതകൾ സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. കാരണം ഇവർക്കൊന്നും കഷ്ടത വരാതിരിക്കാൻ തക്കവണ്ണമുള്ള വിഭവങ്ങൾ കർത്താവ് ഈ ലോകത്തിൽ വച്ചിട്ടുണ്ട്. പക്ഷേ ചിലരത് കൈയടക്കിയിരിക്കുകയാണ്. ചിലരുടെ മാത്രം സ്വത്തായിട്ട് അത് കൈയടക്കിയിരിക്കുന്നു. നമ്മൾ പലതൊക്കെ അല്ലേ, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, ഒരു മാസം
ഭക്ഷിക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ സ്റ്റോറേജ് ഉണ്ട്. ഈ സ്ഥാനത്താണ് അടുത്ത വീട്ടിൽ അവൻ്റെ വീട്ടിൽ ഒരു നേരത്തേക്കുള്ള അരി ഇല്ലാണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു 2 ഗ്ലാസ് അരി അവൻ്റെ വീട്ടിലേക്ക് കൊടുത്തിരുന്നെങ്കിൽ അവൻ്റെ മക്കൾ പട്ടിണിയില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിലർ ചോദിക്കും, ഇതൊക്കെ ഏത് കാലത്തിലാണ്, ഈ കാലഘട്ടത്തിലുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ അങ്ങനെ പട്ടിണിയിലൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ നാളുകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ശരിയായി കാണിക്ക കൊടുക്കുന്നവരാകാൻ നമുക്ക് കഴിയട്ടെ. വലിയ നോട്ട് പള്ളിയിൽ പേപ്പറിൽ എഴുതി കൊടുത്ത തുക വായിക്കുമ്പോഴല്ല പ്രിയമുള്ളവരെ, പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരായിരിപ്പിൻ എന്ന് വചനം പറയുന്നു. പ്രിയമുള്ളവരെ, പുഴുവും തുരുമ്പും കെടുക്കാത്ത, ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയാത്ത പ്രവൃത്തിയായി മാറുമ്പോഴാണ് നമ്മുടെ കാണിക്കകൾ ദൈവത്തിന് പ്രസാദമായി മാറുന്നത്.